സമാന്തരമായി മുമ്പ് കിടക്കുന്ന ഒരു മൈതാനം, അവിടെ താഴ്ചയോ ഉയർച്ചയോ ഇറക്കമോ കയറ്റമോ ഇല്ല. അത് എവിടെയാണെന്നും അള്ളാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ സ്വഹീഹായ ഹദീസുകളിലൂടെ മുത്ത് റസൂലുള്ളാഹ് ഫലസ്തീനിലും സിറിയയുമൊക്കെ ഉൾപ്പെടുന്ന ഷാമിലാണ് മഹ്ശറ ഉണ്ടാവുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സയും ഫലസ്തീനും സിറിയയുമൊക്കെ നിലകൊള്ളുന്ന ഷാമിലാണ് മഹ്ശറയുണ്ടാവുക എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഹാഹുനാ തുഹ്ശറൂൻ ഹാഹുനാ തുഹ്ശറൂൻ ഹാഹുനാ തുഹ്ശറൂൻ. ഇവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, ഇവിടെയാണ് ആളുകൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഫഅശാറ ബിയദിഹി ഇല ശാം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കാണിച്ചത് ഷാമിലേക്കാണ്. ഇവിടെയാണ് മഹ്ശറ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ഫീ ഷാമിനാ അല്ലാഹുമ്മ ബാരിക് ഫീ യമനിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഷാമിലും ഞങ്ങളുടെ യമനിലും നീ ബറക്കത്ത് ചെയ്യണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ അങ്ങോട്ട് കടന്നു പോവുക. പലരും പല സ്റ്റൈലിലാണ് അങ്ങോട്ട് പോവുക. ആഖിറത്തിലേക്ക് പോകുന്ന രീതി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഓരോ ആളുകൾ ഓരോ സ്റ്റൈലിലാണ്, ഓരോ രീതിയിലാണ് അങ്ങോട്ട് പോവുക. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഖൗമിൻ അദാബൻ. അല്ലാഹു തആല ഒരു നാട്ടിലോ ഒരു സമൂഹത്തിലോ എന്തെങ്കിലും ശിക്ഷകൾ ഇറക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, അസാബൽ അദാബ മൻ കാന ഫീഹിം, അവിടെയുള്ള സകലമാന ആളുകളിലും അല്ലാഹു ശിക്ഷകളെ ഇറക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി. അവിടെ നല്ല ആളുകൾ ഉണ്ടാകും, ആലിമീങ്ങൾ ഉണ്ടാകും, സയ്യിദീങ്ങൾ ഉണ്ടാകും, തങ്ങന്മാരുണ്ടാകും, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച മുത്തഖീങ്ങൾ, സൂഫിവര്യന്മാർ, ഔലിയാക്കളൊക്കെ എല്ലാവരും ഉണ്ടാകും. എല്ലാവർക്കും പൊതുവായിട്ടാണ് അല്ലാഹു ശിക്ഷകൾ ഇറക്കുന്നത്. ഇദാ അറാദല്ലാഹു ബിഖൗമിൻ, അല്ലാഹു തആല ഒരു സമൂഹത്തിൽ അദാബിനെ ഉദ്ദേശിച്ചാൽ, ശിക്ഷയെ ഉദ്ദേശിച്ചാൽ, അസ്വാബൽ അദാബ മൻ കാന ഫീഹിം, അവിടെയുള്ള എല്ലാവർക്കും അല്ലാഹു ശിക്ഷ നൽകും. ثم بعثوا على أعمالهم, പിന്നെ എങ്ങനെയാണോ അവർ മരിച്ചുപോയത് അതേ രീതിയിൽ അല്ലാഹു അവരെ നാളെ ഖിയാമത്ത് നാളിലേക്ക് കൊണ്ടുപോകും. അങ്ങനല്ലേ, മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നല്ലേ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെയല്ലേ നിങ്ങളെ ഞാൻ മടക്കുന്നത്, അതിൽ നിന്ന് തന്നെയല്ലേ നിങ്ങളെ ഞാൻ രണ്ടാമത് ഹയാത്തിട്ട് കൊണ്ടുപോകുന്നത്, പുനർജനിപ്പിക്കുന്നത്. നബഅസുകും താരതൻ ഉഖറാ, രണ്ടാമത് നിങ്ങൾക്ക് പുനർജന്മം നൽകുന്നതും ഇതേ സ്ഥലത്ത് നിന്നല്ലേ, ഇതേ ഭൂമിയിൽ നിന്നല്ലേ, ഇതേ മണ്ണിൽ നിന്നല്ലേ. അങ്ങനെ പോകുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അങ്ങനെയാണ് നമ്മൾക്ക് മരിച്ച നാളെ മഹ്ശറിലേക്ക് പോകാൻ പറ്റുക. ഇബ്രാഹിമിന്റെയും അതേപോലെ റഹ്മാന്റെ ഒക്കെ പാട്ട് കേട്ട് ജീവിക്കുന്ന ആളാണ്. എന്നിട്ട് അങ്ങനെ പാട്ട് കേട്ട് മരിച്ചുപോയ അങ്ങനെ തോന്നിവാസം ചെയ്ത് അള്ളാഹു നരകവാസികളെ കൊണ്ടുപോകുന്നത് പോലെ മുഖം പിടിച്ച് നിലത്ത് വലിച്ചു കൊണ്ടുപോകുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിലൂടെ പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരാൾ ഷഹീദായി മരിച്ചുപോയാൽ, രക്തസാക്ഷിയായി മരിച്ചുപോയാൽ അള്ളാഹു അയാളെ അതേ വസ്ത്രത്തിലാണ് അള്ളാഹു അയാൾക്ക് ഹയാത്ത് നൽകുന്നത്. എന്നിട്ടോ അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇറ്റു വീഴുന്നുണ്ട്. ആ രക്തത്തിന്റെ കളർ ചുവപ്പും അതിന്റെ വാസന കസ്തൂരിയുടെ വാസനയുമായിരിക്കും. ആ രീതിയിൽ ഷഹീദായി മരിച്ചുപോയ ആളുകൾ നാളെ മഹ്ശറയിലേക്ക് പോകുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരിച്ചു എങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ അള്ളാഹു അയാളെ പുനർജീവിപ്പിക്കും. അയാളെ ജീവിപ്പിക്കുന്നത് ഖുർആൻ ഓതുന്ന അവസ്ഥയിലായിരിക്കും. ഒരാൾ ദിക്റ് ചൊല്ലിക്കൊണ്ടാ മരിച്ചുപോയത് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റ് ചൊല്ലിയിട്ടായിരിക്കും അയാൾ നാളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ എന്ത് നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ നന്മകൾ ഹജ്ജ് ചെയ്യുമ്പോ മുഹരിമായിരിക്കെ
ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഒരാൾ മരിച്ചുപോയാൽ അതേ വസ്ത്രവുമായി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് ചൊല്ലിയിട്ടായിരിക്കും ഹജ്ജാജ്മാർ ഉംറ ചെയ്യുന്ന ആളുകൾ മരിച്ചുപോയാൽ അല്ലാഹു നാളെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ വളരെ മോശമായിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചതുപോലെ നരകവാസികളായ കാഫിരീങ്ങളായ സത്യനിഷേധികളായ ആളുകളെ കൊണ്ടുപോകുന്നത് പോലെ അല്ലാഹു അയാളുടെ മുഖം നിലത്തിലൂടെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോഴാണ് ഒരു സഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എങ്ങനെയാണ് മുഖം കുത്തി നടക്കാൻ പറ്റുക? എങ്ങനെയാണ് മുഖം കുത്തി നടക്കാൻ പറ്റുക? നബി തങ്ങൾ പറഞ്ഞു, അല്ലദീ അംശാഹു ഫീ അലാ റിജ്ലൈഹി ഫി ദുനിയാ, ദുനിയാവിൽ കാലുകൾ കൊണ്ട് നടക്കാൻ കഴിവ് നൽകിയ അല്ലാഹുവിനെ ആഖിറത്തിൽ മുഖം കൊണ്ട് നടക്കാനുള്ള കഴിവ് നൽകാൻ പറ്റൂലേ? തിന്മകളും തോന്നിവാസങ്ങളും ചെയ്ത് ജീവിച്ചാൽ മരിച്ച നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോ നമ്മൾ പോവേണ്ടി വരുന്നത് മുഖം കുത്തി മുഖം കൊണ്ട് നടന്നിട്ടാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾക്ക് നല്ല രീതിയിൽ മരിച്ചു പോകണ്ടേ? ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊത്തൂടുമ്പോഴല്ലേ ആളുകളൊക്കെ മരിച്ചു വീഴുന്നത്.